അടുത്ത് നമ്മൾ പോകുന്നത് ഗീർ സിംഹ സഫാരി കേന്ദ്രത്തിലോട്ടാണ്. ലോകത്തിൽ മാത്രം കാണപ്പെടുന്ന മഹത്തായ ആസിയാറ്റിക് സിംഹങ്ങളുടെ സ്വന്തം വീടാണ് ഗീർ സിംഹ സഫാരി കേന്ദ്രം. സഫാരി യാത്ര തുടങ്ങുമ്പോൾ ശരിക്കും നല്ലൊരു വന കാഴ്ച തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 1400 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുള്ള ഗീർ വനത്തിൽ വരണ്ട ഇലവീഴ്ച കാടുകളും അക്കേഷ്യ മരങ്ങളും പുൽമേടുകളും നിറഞ്ഞിരിക്കുന്നു. ഈ പ്രകൃതിദത്ത സങ്കേതം സിംഹങ്ങൾക്ക് മാത്രമല്ല അനവധി ജീവികൾക്കും പക്ഷികൾക്കും അഭയം നൽകുന്നതാണ്. ഈ യാത്രയിലെ മുഖ്യ ആകർഷണം പക്ഷേ തീർച്ചയായും ആസിയാറ്റിക് സിംഹം തന്നെയാണ്. ആഫ്രിക്കൻ സിംഹങ്ങളെക്കാൾ ചെറിയ ശരീരവും വയറിനടിയിലൂടെ കാണുന്ന പ്രത്യേകമായ തൊക്ക് മടിയും ഇവയെ വേറിട്ട് നിർത്തുന്നു. തണലിൽ വിശ്രമിക്കുന്നോ കാട്ടിൽ രാജകീയമായി നടക്കുന്നതോ ആയ ഒരു സിംഹക്കൂട്ടത്തെ കാണുന്ന ഒരു അനുഭവം നമുക്ക് ശരിക്കും ഒരു മറക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. വനത്തിനുള്ളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ചീറ്റ, അതുപോലെ തന്നെ പിന്നെ മയിൽ, മാന്, അങ്ങനെ പല പല മൃഗങ്ങളെയും നമുക്ക് കാണാൻ സാധിച്ചു. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മരക്കൊമ്പിൽ വിശ്രമിക്കുന്ന ചീറ്റയെ കാണാൻ കഴിയുന്ന ഗൈഡ് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മരക്കൊമ്പിൽ വിശ്രമിക്കുന്ന ചീറ്റയെ കാണാൻ കഴിഞ്ഞു യാത്രയിൽ. ശരിക്കും പക്ഷിപ്രേമികളുടെ ഒരു ഗീർ വനത്തിൽ ഇഷ്ടംപോലെ പക്ഷികളുമുണ്ട്. ഇവിടെ ഏകദേശം 300-ലധികം പക്ഷിവർഗ്ഗങ്ങൾ തന്നെ കാണപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് ഗൈഡ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് അവിടെ കിട്ടിയത്. കാരണം നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. അപ്പം മഴക്കാലത്ത് മയിലുകൾ നൃത്തം ചെയ്യുന്നത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ മയിലുകൾ പീലി വിടർത്തി മരക്കൊമ്പിൽ നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റി. വനത്തിൻ്റെ സസ്യസമ്പത്തും അതുപോലെ അമൂല്യമാണ്. സാഗ്, പ്ലേയിങ് ഓഫ് ദ ഫോറസ്റ്റ്, ഞാവൽ, ആൽമരം തുടങ്ങിയ നിരവധി മരങ്ങൾ അവിടെയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ഒത്തിരി വലിയ മരങ്ങളൊന്നുമില്ല. പുൽക്കാടുകളും പിന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന മരങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശരിക്കും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് മക്കൾക്കായാലും നമുക്കായാലും ഈ ഒരു സഫാരിയിലൂടെ കിട്ടിയത്. നമ്മൾ പോകുന്ന വഴിക്ക് സിംഹത്തെ കണ്ടപ്പോൾ വണ്ടി കുറച്ച് സൈഡാക്കി നിർത്തി നമ്മൾ സിംഹത്തിനെ ക്യാമറയിൽ പകർത്തിയാണിത്. ഗീർ ലോകത്തിലെ തന്നെ ലയൺ സഫാരി കേന്ദ്രത്തിൽ ഈ ഗുജറാത്തിൽ മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ ടൈഗർ സഫാരി കേന്ദ്രങ്ങൾ നമുക്ക് ഉണ്ട്, പക്ഷേ ലയൺ സഫാരി കേന്ദ്രം ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ടിക്കറ്റ് നമ്മൾ നേരത്തെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടിക്കറ്റ് നമുക്ക് കിട്ടത്തില്ല. നമുക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റി. നമ്മൾ വന്നപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഒരാൾക്ക് ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 800 രൂപയാണ്. നമ്മളതുകൊണ്ട് എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്ത് കയറേണ്ടി വന്നു. അതും കുറച്ച് നേരം നമ്മൾ 4:45 വരെയൊക്കെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് കയറാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റാണ് നമ്മൾ കയറിയത്. കാരണം ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു പോകാമെന്ന് പറയുന്നത് ഭയങ്കര വിഷമം തന്നെയല്ലേ. അതുപോലെ തന്നെ നമ്മൾ 2 കിലോമീറ്ററോളം പിന്നെയും ചുറ്റേണ്ടി വന്നു. കാരണം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ ഗീർ നാഷണൽ പാർക്ക് എന്നായിരുന്നു പറഞ്ഞ് കൊടുത്തത്. അപ്പോൾ അത് വേറൊരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. എന്നിട്ട് അവിടെ നിന്ന് ഏകദേശം പിന്നെയും നമ്മൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ മറ്റോ വന്നിട്ടാണ് ഗീർ സഫാരി കേന്ദ്രത്തിലോട്ടേക്ക് നമ്മൾ വന്നത്. അതുപോലെ തന്നെ 2 രീതിയിൽ നമുക്ക് വനത്തിൻ്റെ ഉള്ളിലോട്ട് കിടക്കാം. ഒന്ന് പ്രൈവറ്റ് വണ്ടിയുണ്ട്. നമ്മൾ പ്രൈവറ്റ് വണ്ടിയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അത് ഒരു ജീപ്പ് മോഡലൊരു വണ്ടിയാണ്. അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ തന്നെ ബസ്സുണ്ട്. അപ്പോൾ ആ ബസ് നമ്മൾ കാറുമായിട്ട് വനത്തിൻ്റെ അടുത്ത് വരെ പോയി അവിടെ നിന്നാണ് ബസ്സിൽ നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ കാറുമായിട്ട് ഉള്ളിലോട്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു, ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഒത്തിരി നമ്മൾ എഫേർട്ട് എടുത്തിട്ട് വേണം നമ്മൾ അവിടെ എത്താൻ വേണ്ടി. എന്നിട്ടേ നമുക്ക് ഉള്ളിലോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് വണ്ടിയാകുമ്പോൾ നമുക്കൊരു ടെൻഷനുമില്ല. നമ്മൾ അവിടെ നിന്ന് കയറി ഉള്ളിലോട്ട് പോയി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ബസ്. അങ്ങനെ ഇഷ്ടംപോലെ ബസ് വനത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ബസ് ചൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് 4 സീറ്ററോ അല്ലെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ജീപ്പ് മോഡലുള്ള വണ്ടി. അപ്പോൾ നമുക്ക് 4 സീറ്ററാണ്, 4 സീറ്റർ 8 സീറ്ററാണ്, അങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് കിടക്കാൻ വേണ്ടി പറ്റും.